Hello, children. Finally, we are at the last video of our series on agriculture. ഇപ്പോൾ അഗ്രികൾച്ചറിനെ പറ്റിയിട്ട് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ക്രോപ്പിംഗ് പാറ്റേൺസ് പഠിച്ചു. ദെൻ വി ടോക്ഡ് അബൌട്ട് സം മേജർ ക്രോപ്സ് ആൻഡ് ദെൻ വി ടോക്ഡ് അബൌട്ട് ഹൗ ടു ബ്രിങ് അബൌട്ട് റിഫോംസ് ആൻഡ് ഓൾ, ഹൗ ടു യൂസ് ടെക്നോളജി ആൻഡ് ലാൻഡ് റിഫോംസ് ആൻഡ് ഓൾ. അപ്പോൾ ഇങ്ങനെയും നമ്മൾ അഗ്രികൾച്ചറിന് ഇങ്ങനെയും ശ്രദ്ധിക്കാനുള്ള കാരണം എന്താ? ബിക്കോസ് വി ആർ ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫുഡ് സെക്യൂരിറ്റി. Food security is something which is making us go behind agriculture. അല്ലേ, അഗ്രികൾച്ചറിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാൻ കാരണം ബിക്കോസ് വി കെയർ അബൌട്ട് ഫുഡ് സെക്യൂരിറ്റി. നൗ വാട്ട് ഈസ് ദിസ് ഫുഡ് സെക്യൂരിറ്റി? The state of having reliable access to a sufficient quantity of affordable nutritious food. അപ്പോൾ നമ്മൾ ഫുഡ് സെക്യൂരിറ്റി പറയുമ്പം അതിൽ 3 കാര്യങ്ങളുണ്ട്. ഫുഡ് ഷുഡ് ബി അവൈലബിൾ, ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി അഫോർഡബിൾ. ഇത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കോൺസെപ്റ്റാണ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഫുഡ് അവൈലബിൾ ആയിരിക്കണം, ഒരു കൺട്രിക്ക് എല്ലാവരും ഫീഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഓക്കെ, ആൻഡ് ദാറ്റ് ഷുഡ് ബി ആക്സസിബിൾ. പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു റീച്ച് ഫുഡ് അല്ലേ. അവർക്കത് ആക്സസിബിൾ ആയിരിക്കണം. അവർ ഫുഡ് പ്രൊഡക്ഷൻ എവിടെയോ ദൂരം നടക്കുന്നുണ്ട്, വേറെ സ്ഥലത്ത് ആൾക്കാർക്ക് അത് എത്തുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ പറ്റൂല. ആൻഡ് ദെൻ ഫൈനലി ഇറ്റ് ഷുഡ് ബി അഫോർഡബിൾ. ഈവൻ പുവർ പീപ്പിൾക്ക് ഭക്ഷണം ജീവിക്കാനുള്ള ഫുഡെങ്കിലും അഫോർഡ് ചെയ്യാനുള്ള അവൈലബിലിറ്റി അവർ നോക്കണം, ഗവൺമെൻറ് ശ്രദ്ധിക്കണം അതിൽ. ഓക്കെ, സോ ദ ഫുഡ് സെക്യൂരിറ്റിയിൽ ഈ എല്ലാ ആസ്പെക്ട്സിനും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സോ ലെറ്റ് മീ റീഡ് ദ ഡെഫിനിഷൻ അഗെയിൻ. ദ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് റിലയബിൾ ആക്സസ് to a sufficient quantity of affordable nutritious food. Okay, that is called as food security. So we as a country, we have a national food security system. Okay, ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലേ. അതൊരു വേറെ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഫോംസ് ദിസ് ആൻഡ് ദർ ആർ ഡിസിഷൻ മേക്കേഴ്സ് ഹിയർ ഹു ടേക്ക് കെയർ ഓഫ് ദ തിങ്സ് ആൻഡ് ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് കം അണ്ടർ ദർ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ പേരാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താണ്? എൻഷ്യൂർ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു കോമൺ പീപ്പിൾ. അപ്പോൾ ഫസ്റ്റ് ആസ്പെക്ട് അവൈലബിലിറ്റി ഇവർ ശ്രദ്ധിക്കണം. ഫുഡ് ഷുഡ് ബി അവൈലബിൾ. ഓക്കെ, ഗവൺമെൻറ് കനോട്ട് raise the hands and say sorry food illa. Angana government cannot say that. That is a duty of the government to see to it that food is available for even common people. Our food grains should be at an affordable price. ഫുഡ് ഗ്രെയിൻസ് വന്ന് അഫോർഡബിൾ പ്രൈസിലാവണം. ഇപ്പോൾ ഓണിയൻ്റെ കേസൊക്കെ എന്താവണേ, കൂടുതൽ പ്രൈസ് ചേഞ്ച് ആവണ്ടല്ലോ. ഫോർ ദാറ്റ് ആൻഡ് ഓൾ ദ ബ്ലെയിം ഗോസ് ടു ദ ഗവൺമെൻറ്. ഓണിയൻ പ്രൈസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ, ദ ബ്ലെയിം ഗോസ് ടു ദ ഗവൺമെൻറ് ഓൺലി അല്ലേ. ദ ഗവൺമെൻറ് ഷുഡ് ബി ഏബിൾ ടു കീപ് ഫുഡ് ക്രോപ്സ് അവൈലബിൾ ആൻഡ് അഫോർഡബിൾ ആൻഡ് എനേബിൾ ദ പുവർ ടു ഹാവ് ആക്സസ് ടു ഫുഡ്. ആക്സസബിളും ആവണം. ഫുഡ് ഷുഡ് ബി ആക്സസബിൾ മീൻസ് എവറിബഡി ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് ഇറ്റ്. ഓക്കെ, അങ്ങനെ ഒരു തടസ്സമില്ലാതെ എല്ലാവർക്കും ആ ഫുഡ് എത്തണം. സോ ദീസ് ആർ ദ 3 ആസ്പെക്ട്സ് വിച്ച് വി ക്യാൻ സേ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അവർ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റം. Then there should be growth in agricultural production. അതും അവർ തന്നെ നോക്കണം. And fixing the support price for procurement of wheat and rice to maintain their stocks. ഇതും അവരുടെ ചുമതലയാണ്. പ്രൊക്യൂർമെൻറ്റിൻ്റെ അർത്ഥം ടു ഒബ്റ്റെയിൻ, കിട്ടാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവരൊരു ഫിക്സഡ് സപ്പോർട്ട് പ്രൈസ് വെക്കണം. ദാറ്റ് ദേ ക്യാൻ ബൈ ദ വീറ്റ് ആൻഡ് റൈസ് ആൻഡ് മെയിൻറ്റെയിൻ ദർ സ്റ്റോക്സ്. അപ്പോൾ ഇവരുടെ പണി എന്താണ്? ഫുഡ് ആക്സസബിളും അഫോർഡബിളും പിന്നെ അവൈലബിളും ആക്കണമെങ്കിൽ അവർ ഒരു പരിപാടി ചെയ്തിരിക്കണം. അതെന്താണ്? ഷുഡ് ബി ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അതിന് അവർ സപ്പോർട്ട് ചെയ്യണം. ഗവൺമെൻറ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവണമെന്ന് ശ്രദ്ധിക്കണം. ആൻഡ് ദെൻ ദേ ഷുഡ് ബി ഏബിൾ ടു കീപ് സ്റ്റോക്സ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ ഒബ്ജക്റ്റീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള 3 പണി എന്താ എടുക്കുന്നത്? ഒബ്റ്റെയിനിങ്, സ്റ്റോക്കിംഗ്, ഡിസ്ട്രിബ്യൂട്ടിങ്. ഇത് അവരുടെ ചുമതലയാണ്. ഒബ്റ്റെയിനിങ് എന്താണ്? ഒരു മിനിമം സപ്പോർട്ട് പ്രൈസിൽ ദേ ഷുഡ് ഒബ്റ്റെയിൻ ദ ക്രോപ്സ് ഫ്രം ദ ഫാർമേഴ്സ്. ഓക്കെ, ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വന്ന് ഫാർമിങ് ചെയ്യാൻ പോകുന്നില്ല. അവരെല്ലാം ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ഫാർമർ എന്നാ ഗ്രോ ചെയ്യുന്നത്. ബട്ട് ദെൻ ദ ഫാർമേഴ്സ് ഷുഡ്
ഷുഡ് ബി ഏബിൾ ടു സെൽ ദ ക്രോപ്സ്. എന്ത് സിറ്റുവേഷനിലും ക്രോപ്സ് സെയിൽ ആവണം അവിടെ, എന്നാലേ അവിടെ ഗ്രോത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സെയിൽ ആവുന്നത് എവിടേക്കാണ്? ഗവൺമെൻറ് ആണ് അത് വാങ്ങണേ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് അത് വാങ്ങിയിട്ട് എങ്ങനെ ഒരു പ്രൈസ് പേ ചെയ്യാൻ ഫാർമറിന്, ഒരു നോമിനൽ ഫീസായിട്ട്, അതിനെ പറയാം മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ, ഈ പ്രൈസ് കൊടുത്തിട്ട് ഗവൺമെൻറ് സ്റ്റോക്ക് വാങ്ങാണ്. ദാറ്റ് ഈസ് കോൾഡ് ഒബ്റ്റെയിനിങ് ഓർ പ്രൊക്യൂറിങ്, യു ക്യാൻ സേ. ദെൻ സ്റ്റോക്കിംഗ്, ഗവൺമെൻറ് ഹാസ് ടു സ്റ്റോക്ക് ദിസ് ഫുഡ് ഗ്രെയിൻസ്. ഇത് സ്റ്റോക്ക് ആക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പം കുറേ മാർക്കറ്റിലൊക്കെ ഗ്രെയിൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും, അല്ല ഫുഡ് ക്രോപ്സ്, ഷുഗർ, എന്ത് വേണമെങ്കിലും ആവട്ടെ, അതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരു സ്റ്റോക്ക് ഗവൺമെൻറ് അടുത്ത് ഉണ്ടാവേണ്ട നിർബന്ധമാണ് എല്ലാ ഐറ്റംസിൻ്റെയും. അതിൻ്റെ കാരണം എന്താണ്? ചിലപ്പോൾ മാർക്കറ്റിൽ അത് അവൈലബിൾ ആയില്ലെങ്കിൽ പെട്ടെന്നൊരു ഷോർട്ടേജ് വരും. അപ്പോൾ ഫുൾ കൺട്രിയിൽ ഒരു പാനിക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബഫർ സ്റ്റോക്ക്, ബഫർ വേർഡ് തന്നെ എന്താണ്? ഒരു ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നടുവിൽ കൊടുക്കുന്ന ഒരു ബഫറിങ്, അതാണ് ബഫർ സ്റ്റോക്ക്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു പാനിക് സിറ്റുവേഷൻ വരരുത്, ഫുഡ് ഷോർട്ടേജ് ഫേസ് ചെയ്യരുത്. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റോക്ക് വെക്കണം. ഗവൺമെൻറ് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി, അത് അത്ര വലിയ ചുമതലയാണത്. ഇത്രയും എക്സസ് ഒരു സീസണൽ ക്രോപ്സ് ഒക്കെ ആകുമ്പം ഒരു സീസണിലല്ല അതിൻ്റെ ഹാർവെസ്റ്റ് കഴിയുക. അപ്പോൾ അത്രയും ക്രോപ്സ് ഒക്കെ അവരൊരു സ്റ്റോക്ക്, ഒരു സ്റ്റാൻഡേർഡ് എല്ലാ സ്റ്റേറ്റ്സിലും അത്രയും സ്റ്റോക്ക് ഉണ്ടാവണം, ബഫർ സ്റ്റോക്ക് ഉണ്ടാവണം. മാർക്കറ്റിലേക്ക് അത് മൂവും ആവണം. അതിൻ്റെ ആവശ്യം എന്താണ്? ബിക്കോസ് പെരിഷബിൾ ആണ്, ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ പെരിഷബിൾ ആണ് അല്ലേ. കുറേ കാലം അവിടെ തന്നെ ഗോഡൗണിൽ തന്നെ കിടന്നാൽ അത് കേടായി പോവും. അപ്പോൾ ഇവരുടെ ചുമതല എന്താണ്? പുതിയ സംഭവങ്ങളൊക്കെ ബഫർ സ്റ്റോക്കിൽ വെക്കുമ്പം പഴയ ബഫർ സ്റ്റോക്ക് ഐറ്റംസ് മാർക്കറ്റിലേക്ക് വിടണം. അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാവണം, ഒരു കണ്ടിന്യൂസ് ഫ്ലോ. അതൊക്കെ ഇപ്പോൾ ചുമതല ആരാ നോക്കേണ്ടത്? ദാറ്റ് ഈസ് ദ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ they have to obtain the food crops and they have to stock it also and distribution also. ഈ കേസിലാണ് നമ്മൾ അവൈലബിളും ആക്സസിബിളും പറയാൻ കാരണം. ഈ ഫുഡ് ഗ്രെയിൻസ് ഷുഡ് ബി അവൈലബിൾ ടു ഈവൻ ദ പുവർ പീപ്പിൾ. അപ്പോൾ പുവർ പീപ്പിൾ വന്ന് കൂടുതൽ പ്രൈസ് കൊടുത്തിട്ട് അവർക്ക് വാങ്ങാൻ കഴിയൂല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് ഈ പുവർ പീപ്പിൾക്ക് അത് അവൈലബിൾ ആക്കി കൊടുക്കുക. സോ ദാറ്റ് ദേ ഡൂ ത്രൂ ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ദാറ്റ് ഈസ് കോൾഡ് PDS. ഇതാണ് നമ്മൾ സാധാരണ റേഷൻ ഷോപ്സിൻ്റെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ് എന്താക്കുന്നത്? ഒരു മിനിമൽ സപ്പോർട്ട് പ്രൈസ് കൊടുത്തിട്ട് റൈസ് ഗ്രെയിൻസ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് അതൊരു ഇഷ്യൂ പ്രൈസിലാണ് അവർ PDSൽ വിൽക്കുന്നത്. മീൻസ് റേഷൻ ഷോപ്പിൽ നിന്ന് അവരൊരു മറ്റേ പ്രൈസിൽ, ചെറിയ കുറഞ്ഞ പ്രൈസാണ്, അതിനെ പറയാം ഇഷ്യൂ പ്രൈസ്. ആ ഇഷ്യൂ പ്രൈസിലാണ് അവർ ആ ഫുഡ് ക്രോപ്സ് പുവർ പീപ്പിൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താവും? പുവർ പീപ്പിൾക്ക് ഫുഡ് കിട്ടുന്ന വഴിയായി. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെൻറ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇനി ഈ പുവർ പീപ്പിൾ ആരൊക്കെയാണ്? അതും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡ്യൂട്ടി ഇവർക്ക് തന്നെയാണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് തന്നെയാണ്. അവരുടെ ഫുൾ കൺട്രീൻ്റെ എല്ലാ സിറ്റിസൻസിൻ്റെയും സെൻസസ് എടുത്തിട്ട് അവരുടെ ഇൻകമിൻ്റെയും ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ആ ഓരോ ഫാമിലീസിന് ഓരോ ടൈപ്പ് ഓഫ് റേഷൻ കാർഡാണ് കൊടുക്കുക. ചില ആൾക്കാർക്ക് അബവ് പോവർട്ടി ലൈൻ, ചില ആൾക്കാർക്ക് ബിലോ പോവർട്ടി ലൈൻ, ദാറ്റ് ഈസ് BPL, APL. ചില ഫാമിലിയിൽ ഇൻകം കൊണ്ടുവരാൻ ആളുണ്ടാവില്ല, അങ്ങനത്തെ ഫാമിലീസിനൊക്കെ BPL കാർഡ്. ഒരു വരുമാനമൊക്കെ ഇല്ല, നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ APL കാർഡ്. അങ്ങനെ റേഞ്ച് ഓഫ് കാർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ് അങ്ങനെ ആക്കേണ്ട ആവശ്യം എന്താണ്? ഈ നല്ല വെൽ ഓഫ് ഉള്ള ആൾക്കാർക്ക് എന്തിനാ പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അരി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ദേ ക്യാൻ പേ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ ദ ഗവൺമെൻറ് ഈസ് കൺസേൺഡ് ഈവൻ ഫോർ ദ പുവറസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു കനോട്ട് പേ ഫോർ ദ ഡെയിലി ഫുഡ്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അവർക്ക് അരിയും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുക. വീറ്റ് ആൻഡ് റൈസ്, സൗത്ത് ഇന്ത്യയിൽ എങ്ങനെ നമ്മൾ റൈസ് റേഷൻ പീഡിയയിൽ വാങ്ങാൻ, അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് കാര്യമായിട്ട് ആവശ്യമുള്ളത് വീറ്റാണ്. അപ്പോൾ ഈ റൈസും വീറ്റാണ് കൂടുതലായിട്ട് ഈ ഗവൺമെൻറ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സോ ദാറ്റ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ഈവൻ ദ പുവർ പീപ്പിൾ. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് അവൈലബിൾ ആക്കുന്നത്? ത്രൂ റേഷൻ ഷോപ്സ്, ദാറ്റ് ഈസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇവിടെ ₹1 ₹50 അങ്ങനെയൊക്കെ അരി അവൈലബിൾ ആണ്, സോ ദാറ്റ് പുവർ പീപ്പിൾ, ചില ക്ലാസ് ഓഫ് പീപ്പിൾക്ക് ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ചാലഞ്ചസ് ഇൻ ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇങ്ങനെയും ഫുഡിനെ സെക്യൂർ ആക്കുന്നതിൽ ഈ ഫുൾ പരിപാടിയിൽ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ട്. അത് ഫുൾ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആസ് എ ഹോൾ നമ്മളെ കൺട്രീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
Subsidies given on agricultural inputs like fertilizers, power and water has led to their excessive usage. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അഗ്രികൾച്ചറിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അഗ്രികൾച്ചറിന് നല്ലോണം വളർത്തി മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഫെർട്ടിലൈസേഴ്സിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. മീൻസ് ചെറിയ പൈസക്ക് ഫാർമേഴ്സിന് വാങ്ങാൻ പറ്റും. പിന്നെ പവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ഫീൽഡിലേക്ക് പവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. അവർക്ക് പവർ ചാർജസ്, ഇലക്ട്രിസിറ്റി ബില്ലൊന്നും കൊടുക്കണ്ട. അങ്ങനെ വാട്ടർ അവൈലബിലിറ്റി ഗവൺമെൻറ് നോക്കുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്തായി അറിയോ, ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവം ആരും അങ്ങനെ ജുഡീഷ്യസ്ലി യൂസ് ചെയ്യുന്നില്ല. മീൻസ് ആലോചിച്ചിട്ട് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടല്ല, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക. റാമ്പൻറ്റ് യൂസ് ഇസ് ബീങ് ഡൺ. ഓക്കെ, അതിപ്പോൾ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പം ദിസ് ഈസ് എ ബിഗ് ചാലഞ്ച്. ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് വാട്ടർ ഹാസ് ലെഡ് ടു വാട്ടർ ലോഗിങ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമുക്കറിയാം. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ലൂസ് ആവും, സോയിലിൻ്റെ മൈക്രോ ഓർഗാനിസംസിന് അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ വിൽ ബി ഡിപ്ലീറ്റഡ്. പിന്നെ വാട്ടർ ലോഗിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സസീവ് വാട്ടർ ഇറിഗേഷൻ ഒക്കെ ചെയ്താൽ സാലിനിറ്റി ഓഫ് ദ സോയിൽ കൂടും. ആൻഡ് ദെൻ യു ഹാവ് ഡിപ്ലീഷൻ ഓഫ് എസെൻഷ്യൽ മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ഇത്രയും പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഫുഡ് സെക്യൂരിറ്റിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സ്റ്റെപ്പ് വന്ന് അതൊരു ചലഞ്ചായിപ്പോയി. ഇപ്പോൾ ഇതിങ്ങനെ നേരിടും. ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പം ഫാർമേഴ്സ് അത് തോനെ അപ്ലൈ ചെയ്യും. അപ്പോൾ ജുഡീഷ്യസ് അപ്ലിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ അവിടെ പിന്നെയും ഒരു ചാലഞ്ചാണത്. These subsidies along with MSP commitment of FCI has distorted the cropping pattern. അപ്പോൾ ഇങ്ങനെ സബ്സിഡീസും കിട്ടുന്നുണ്ട്, പിന്നെ എം എസ് പി എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലേ? അപ്പോൾ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഒരു പ്രോമിസാണ് അല്ലേ? FCIൻ്റെ പ്രോമിസാണ്. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോളി, നിങ്ങൾ എന്തായാലും നമ്മളത് മിനിമം സപ്പോർട്ട് പ്രൈസിൽ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രോമിസ് കൊടുക്കുന്നത് വീട്ടിനും റൈസിനും മാത്രമാണ്. അപ്പോൾ എല്ലാ ഫാർമേഴ്സ് എന്താക്കും? വെള്ളം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വെള്ളം ഇല്ലെങ്കിലും അവിടെ നെൽകൃഷി നടത്തും. ബിക്കോസ് പവർ ഫ്രീ ആണ്. വെള്ളം അവർക്ക് കൂടുതൽ ഡീപ്പായിട്ട് ട്യൂബ് വെൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം എടുക്കാൻ പറ്റും, പമ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ചെറിയ പൈസക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താക്കുന്നു? വീറ്റും റൈസും ഫുൾ എല്ലാവരും അതന്നെ ഗ്രോ ചെയ്യുക. ബിക്കോസ് എന്താ, അതിൽ നഷ്ടം ഫേസ് ചെയ്യൂല. അതിൽ ക്രോപ്പിന് ഫെയിൽ ആയാൽ അതിന് ഇൻഷുറൻസ് ഉണ്ട്, അതിന് ഗവൺമെൻറ് ഉറപ്പായിട്ട് വാങ്ങുന്നൊരു വാഗ്ദാനമുണ്ട്. അപ്പോൾ ഫാർമേഴ്സ് എന്താക്കുന്നു? എല്ലാവരും വീറ്റും റൈസും മാത്രം ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു ചാലഞ്ചായിട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതെന്താണ്? ദാറ്റ് ഈസ് ഫുൾ ക്രോപ്പിംഗ് പാറ്റേൺ തന്നെ ഡിസ്റ്റോർട്ട് ആയിട്ടുണ്ട്. നൗ ഓൺലി വീറ്റ് ആൻഡ് പാഡി ക്രോപ്സ് ആർ ബീയിങ് ഗ്രോൺ, കോസിങ് സീരിയസ് ഇംബാലൻസ് ഇൻ ഇന്റർക്രോപ്പ് പാറ്റേൺസ്. നമ്മൾ ക്രോപ്പിംഗ് പാറ്റേൺസ് പഠിക്കുമ്പം നോക്കിയതല്ലേ, നടുക്കിട്ട ഒരു പൾസസ് ഒക്കെ ഗ്രോ ചെയ്യുമ്പം സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടും. പിന്നെ അങ്ങനെ വേറെ ധാന്യങ്ങളും നമുക്ക് ആവശ്യമില്ലതാണ്. അപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ വെറും വീറ്റും റൈസും മാത്രം ഗ്രോ ചെയ്താൽ അഗെയിൻ ഫുഡ് സെക്യൂരിറ്റി സേഫ് ആണോ ഇല്ലേ എന്നൊരു ചോദ്യം തന്നെയായി മാറും. The categorization of consumers as APL and BPL is not perfect, and the number of deserving poor have been excluded from the BPL category. ഇനി അടുത്ത ചാലഞ്ച് ഇതെന്താണെന്നറിയോ? ഇപ്പോൾ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എല്ലാവർക്കും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടല്ലോ, APL കാർഡ്, BPL കാർഡ്. പക്ഷെ ശരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും കറക്റ്റ്നെസ്സോടെ അല്ല ഈ കാറ്റഗറൈസേഷൻ നടക്കുന്നത്. ചില കേസസിലൊക്കെ നല്ല പൈസക്കാരുള്ള ആൾക്കാരുടെ അടുത്തും BPL കാർഡ് ഉണ്ടാവും. അങ്ങനെ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഡിസേർവിങ് പുവർ പീപ്പിൾ ചിലപ്പം BPL കാർഡ് കിട്ടാത്ത ഒരവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു ചാലഞ്ചാണ്. അതിനും നമ്മളൊന്ന് നന്നാക്കാനുണ്ട്. Focus on increasing food grain production will create massive employment and reduce poverty in rural areas. ഇനി അടുത്ത ചാലഞ്ച് എന്താണ്? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. അതും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തന്നെ മുന്നോട്ട് ഇറങ്ങി വരണം. അങ്ങനെ ഫുഡ് ഗ്രെയിൻ കോർപ്പറേഷനൊക്കെ ഇൻക്രീസ് ചെയ്താലല്ല ഒരു പ്ലസ് പോയിൻ്റ് എന്താണ്? റൂറൽ ഏരിയാസിലൊക്കെ എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ പറ്റും. അവർക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് നന്നാക്കാൻ പറ്റും. ഇതൊരു ചാലഞ്ചാണ് ഇത്. അപ്പോൾ എന്താ, രണ്ടും ഫേസ് ചെയ്യേണ്ടത്. നല്ല അഗ്രികൾച്ചർ കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോയിലിനെ ഡിഗ്രഡേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. There has been a gradual shift from cultivation of food crops to cultivation of fruits, vegetables, oilseeds and industrial crops. This has led to the reduction in net sown area under cereals and pulses.
ഓക്കെ. അപ്പം ഒരു ഗ്രാജുവൽ ഷിഫ്റ്റ് കാണുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ സീരിയൽസ് ആൻഡ് പൾസസ് ഗ്രോ ചെയ്യുന്ന ഏരിയയിൽ ആ ഏരിയ ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ട്. ആ ഏരിയയിൽ വേറെ കൃഷിയൊക്കെ മെല്ലെ തുടങ്ങി വരുന്നുണ്ട്, വിച്ച് ക്യാൻ ഗിവ് മോർ ഇൻകം. ഓക്കെ, ഓയിൽ സീഡ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഗ്രോ ചെയ്യുമ്പം ഈ നെറ്റ് സോൺ ഏരിയ ഓഫ് സീരിയൽസും ക്രോപ്സും ഡിക്രീസ് ആവുന്നുണ്ട്. അങ്ങനെയും ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ ചാലഞ്ച്. നെറ്റ് സോൺ ഏരിയ കുറയുമ്പം എന്താവും, നമ്മളെ കൺട്രിക്ക് അവൈലബിൾ സ്റ്റോക്ക് വെക്കാൻ പറ്റൂല, നമുക്ക് അത്ര പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം സൈമിൾട്ടേനിയസ്ലി വിച്ച് ഈസ് കമ്മിങ് അപ്പ്. Net zone area has also come down because of non-agricultural use of land such as housing, mining, etc. ഇപ്പോൾ ഈ നെറ്റ് സോൺ ഏരിയ ഇനിയൊരു കാരണത്താലും കുറയുന്നുണ്ട്. അതെന്താണ്, ഇപ്പോൾ നമ്മൾ എങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ കൂടി വരുന്നുണ്ട്, മൈനിങ്ങിന് വേണ്ടിയിട്ട് ലാൻഡ് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ് സോൺ ഏരിയ വന്ന് വേർ വി ആർ ആക്ച്വലി ഡൂയിങ് അഗ്രികൾച്ചർ, ദാറ്റ് ഏരിയ ഓഫ് ലാൻഡ് ഈസ് ഗോയിങ് ഓൺ ഡിക്രീസിങ്. ലാൻഡ് ഒരു ലിമിറ്റഡ് റിസോഴ്സാണ് അല്ലേ, അതിന് നമ്മൾ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ലാൻഡ് കൂടി കിട്ടൂല. അപ്പോൾ ഉള്ള ലാൻഡിൽ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയാസും ആക്കി മാറ്റണം, നമുക്ക് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ എന്താവുന്നുണ്ട്, നമ്മൾ നെറ്റ് സോൺ ഏരിയ കുറയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ചാലഞ്ചാണ്, അതിനും ഒരു സൊല്യൂഷൻ കാണണം. Then you have free power to a section of farmers, encourage them to pump groundwater to grow water intensive crops in low rainfall areas. This has reduced our groundwater reserves. ഓക്കെ, ഇപ്പോൾ നമ്മളൊക്കെ നല്ലോണം ഗ്രോ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താക്കും, ഗവൺമെൻറ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തത് എന്താണ്, ഈ നല്ല അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് പവർ കൊടുക്കാം, കറണ്ടിൻ്റെ ബില്ല് കൊടുക്കണ്ട. അപ്പോൾ എന്താ പ്രശ്നം അറിയാം, അപ്പോൾ ഒരു സാധാരണ ഒരു ഫാർമറാണെന്ന് വിചാരിച്ചോ, ആൻഡ് ദെൻ എ റിച്ച് ഫാർമർ ഈസ് ദെയർ. ഇപ്പോൾ ഈ ചില സ്ഥലത്തൊക്കെ എല്ലാവരും അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വീറ്റും റൈസ് തന്നെ ഗ്രോ ചെയ്യും, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ബ്രിങ് ദം പ്രോഫിറ്റ്. അപ്പോൾ ഈ വീറ്റും റൈസും ഗ്രോ ചെയ്യാൻ നല്ല വെള്ളം ആവശ്യമുണ്ട്. പക്ഷെ അവിടെ നാച്ചുറൽ വാട്ടർ അവൈലബിൾ ഇല്ലെങ്കിലും പവർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അവരെന്താക്കും, ട്യൂബ് വെൽസൊക്കെ ഇനിയും ഡീപ്പായിട്ട് കുഴിച്ചിട്ടിട്ട് വെള്ളം എടുക്കും. അപ്പോൾ ഈ നോർമൽ പുവർ ഫാർമർക്ക് എന്താ പ്രശ്നം, ഉള്ള വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും, പിന്നെ അവിടെ സ്റ്റോപ്പ് ആവും, വെള്ളം കിട്ടിയില്ലെങ്കിൽ ആ അഗ്രികൾച്ചർ അവിടെ സ്റ്റോപ്പ് ആക്കി വെക്കും. പക്ഷെ റിച്ച് ഫാമേഴ്സ്ക്ക് എന്താക്കുക, ആ വെള്ളം കുറയുന്ന കണ്ടാൽ ട്യൂബെൽ ഇനിയും കൂടി ആഴത്തിലെടുക്കാം അല്ലേ, ബിക്കോസ് പവർ ഇസ് ഫ്രീ ഫോർ ദം, അവർക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ, ഒന്ന് ആഴത്തിൽ കുഴിച്ചെടുത്താൽ പോരാ, ഇനിയും വെള്ളം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ അവരിങ്ങനെ കണ്ടിന്യൂസ് യൂസേജ് കൊണ്ട് എന്തായി, നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ആവുന്നുണ്ട്, നമ്മൾ നാച്ചുറൽ റിസർവോയർ ഓഫ് വാട്ടർ ഈസ് ഗെറ്റിംഗ് ഡിപ്ലീറ്റഡ്. ഇൻഅഡക്വേറ്റ് സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഓൾസോ ആക്ട് ആസ് എ ഡിസിൻസെൻറ്റീവ് ടു ദ ഫാർമർ. ഇപ്പോൾ ഈ ഫാർമർ ഇങ്ങനെ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ പ്രൊഡ്യൂസൊക്കെ ഇനി വിൽക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽ കുറച്ച് സമയം ഉണ്ടല്ലോ, അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ പാക്കേജിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, സ്റ്റോറേജ് ഫെസിലിറ്റീസിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസും വേണം. അത് അത്ര ഡെവലപ്ഡ് അല്ലാത്തതും ഒരു പ്രോബ്ലം തന്നെയാണ്, ഒരു ചലഞ്ചാണ്. ദേ സഫർ ഫ്രം ഡബിൾ ഡിസഡ്വാൻറ്റേജ് ആസ് ദേ പേ ഹൈ പ്രൈസസ് ഫോർ ഇൻപുട്ട് ബട്ട് എൻഡ് അപ്പ് ഡൂയിങ് ഡിസ്ട്രെസ് സെയിൽ. ഇത് നമ്മൾ നേരത്തെയും കണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ഡബിൾ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഫാർമേഴ്സ്ക്കുള്ള ഒരു പ്രോബ്ലം തന്നെ ഇതാണ്, അവരുടെ പ്രൊഡക്ഷൻ നല്ലോണം കൂടുമ്പോൾ എന്താവും, സപ്ലൈ കൂടിപ്പോവും, അപ്പോൾ ഡിമാൻഡ് കുറയും അല്ലേ. ഡിമാൻഡ് കുറയുമ്പം എന്താ പ്രശ്നം, ഫാർമേഴ്സിന് വന്ന് അവർ വിചാരിച്ച പൈസ അവർക്ക് കിട്ടുന്നില്ല, അവർക്കത് കുറഞ്ഞ പൈസക്ക് വിൽക്കേണ്ടി വരുന്നത്, അതിനെ പറയുക ഡിസ്ട്രെസ് സെയിൽ. ഓക്കെ, അവർ വിചാരിച്ച പൈസക്ക് അവർക്ക് ചില കേസസിൽ എന്താവും, അവർ ഇട്ട പൈസ വരെ അവർക്ക് തിരിച്ച് കിട്ടാത്ത ഒരവസ്ഥയ്ക്ക് വരും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾസോ എ ചാലഞ്ച്. ഈ ചാലഞ്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ ഗവൺമെൻറ് പ്രൊപ്പോസ് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പം ഇനിയും കുറേ അപ്പോൾ ഇറ്റ്സ് എ സൈക്കിൾ, ഓൾ പോയിന്റ്സ് ആർ റിലേറ്റഡ് ടു വൺ അനദർ അല്ലേ. നിങ്ങൾക്ക് തന്നെ അത് കണ്ടിട്ട് മനസ്സിലാവും എത്ര വലിയ ചാലഞ്ചാണ് ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ്റെ മുന്നിൽ. Therefore, there can be no food security without the security of the small farmers. ഇപ്പോൾ ഈ സ്മോൾ ഫാർമേഴ്സിൻ്റെ സെക്യൂരിറ്റി ഫസ്റ്റ് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ ചാലഞ്ചസ് ദാറ്റ് വി ഫേസ് ഇൻ റിലേറ്റഡ് ടു ഫുഡ് സെക്യൂരിറ്റി. Next topic we are going to see is impact of globalization of agriculture. ഈ ഗ്ലോബലൈസേഷൻ വന്ന് ഇന്ത്യക്ക് അത്ര പുതിയ കോൺസെപ്റ്റ് ഒന്നുമല്ല. ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്ത് തന്നെ, അതിൻ്റെ മുന്നേ തന്നെ ഇന്ത്യ വന്ന് സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യായിരുന്നു. ഫോർ എക്സാമ്പിൾ സ്പൈസസ് ഓഫ് ഇന്ത്യ ആർ ഫേമസ്, അതൊക്കെ മറ്റേ കൺട്രീസിലേക്ക് ആദ്യം തന്നെ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നപ്പം കോട്ടൺ എക്സ്പോർട്ടിന് സപ്പോർട്ട് ചെയ്തു. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചല്ലോ ആ ചമ്പാരൻ മൂവ്മെൻറ്റ്
ഫാർമേഴ്സ് വെർ ഫോഴ്സ് ടു ഗ്രോ ഇൻഡിഗോ. അതും നമ്മൾ പഠിച്ചതാണ്. ബിക്കോസ് ദേ യൂസ് ടു എക്സ്പോർട്ട് ഇൻഡിഗോ. ആ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം എന്തായിരുന്നു? ഇൻഡിഗോ വന്ന് അവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ ആവശ്യമുണ്ടായിരുന്നു യൂറോപ്പിന്. അപ്പം ഇവിടുത്തെ ഫാർമേഴ്സിനെ കൊണ്ട് ഇൻഡിഗോ ഗ്രോ ചെയ്യിപ്പിക്കും. അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടതാണ്. അപ്പോൾ ദിസ് ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ് അഗ്രികൾച്ചറിൽ എന്താണ്? ലെറ്റ് us see that India has been involved in exports since the time of the British colonization. Spices and the high quality cotton of India were in much demand. India is an important producer of rice, rubber, tea, coffee, jute and spices. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഫേസസ് മച്ച് കോമ്പറ്റീഷൻ ഫ്രം അതർ കൺട്രീസ്. ഇത്ര നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഒക്കെ ശരി, ബട്ട് ദെൻ നമുക്ക് നല്ല കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ. അതെന്തിനാണ്? ബിക്കോസ് നമ്മുടെ പ്രൊഡക്റ്റ് വന്ന് ഒരു പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യല്ലോ. ആ പ്രൈസ് എന്തായിരിക്കും? നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ലാഭം വെച്ചിട്ടല്ലേ നമ്മളൊരു സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്ട്സിനൊക്കെ അങ്ങനത്തെ ഒരു സെയിൽ പ്രൈസ് വന്ന് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, മറ്റേ കൺട്രീസിൽ നിന്നൊക്കെ എന്താണ്, ഒരു സെയിൽ പ്രൈസ് കുറച്ചാൽ വിൽക്കുക. അവർക്കത് ചെയ്യാൻ സാധിക്കുന്ന എങ്ങനെ? ബിക്കോസ് ദെയർ ഗവൺമെൻറ് ഇസ് സപ്പോർട്ടിങ് ദം. ദെയർ ഗവൺമെൻറ് ഗിവ്സ് ദം എവറിത്തിങ് ഇൻ എ സബ്സിഡൈസ്ഡ് പ്രൈസ്. അവർക്ക് ഫെർട്ടിലൈസേഴ്സിന് സബ്സിഡി ഉണ്ട്, അവർക്ക് പവർ, കറൻറ്റ്, അവർക്ക് എല്ലാം ക്രോപ്സിൻ്റെ ഹാർവെസ്റ്റിൻ്റെ ഹെൽപ്പ്, എല്ലാ തരം ഹെൽപ്പ് ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇൻപുട്ട് കോസ്റ്റ് കുറവാണ്. ഓക്കെ, ഫാർമർ ആസ് സച്ച് അവർക്ക് ഇൻപുട്ട് കുറച്ച പൈസ പോകണുള്ളൂ അഗ്രികൾച്ചർ ചെയ്യാൻ. ബട്ട് ദെൻ അവർക്ക് കിട്ടുന്ന റിട്ടേൺസിന് അവർ കുറച്ച് ലാഭം വെച്ച് സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ ആ പ്രൈസ് എന്തായാലും ഇന്ത്യൻ പ്രൈസിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ശരിക്കും മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഒരാൾ വാങ്ങാൻ വരുമ്പം എന്താണ് അവസ്ഥ? ഇന്ത്യൻ ക്രോപ്സൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതേ സെയിം ഗുഡ് ക്വാളിറ്റി ക്രോപ്സ് വന്ന് കുറഞ്ഞ പ്രൈസിൽ വേറെ കൺട്രി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യ ഭയങ്കര കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ചാലഞ്ച് തന്നെയാണ്, അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്നത്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ഹൈലി സബ്സിഡൈസ്ഡ് അഗ്രികൾച്ചർ ഇൻ അതർ കൺട്രീസ്. പക്ഷേ അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിൽ ചോദ്യം വരാം, എന്നാൽ നമ്മളെ കൺട്രിക്കും അഗ്രികൾച്ചർക്ക് സബ്സിഡി കൊടുത്തൂടെ? അപ്പോൾ ആ ചോദ്യം തന്നെ എത്ര വലിയ കൺഫ്യൂഷനാണ്. നമ്മൾ നേരത്തെ കണ്ട പോയിൻറ്റ്സൊക്കെ അങ്ങനെ സബ്സിഡി കൊടുത്തിട്ടില്ല പ്രശ്നങ്ങൾ. പിന്നെ ഇന്ത്യ ആസ് സച്ച് എ വെരി ഹ്യൂജ് കൺട്രി വിത്ത് മെനി പീപ്പിൾ ഡൂയിങ് അഗ്രികൾച്ചർ. അപ്പോൾ എല്ലാവർക്കും സബ്സിഡി കൊടുക്കുന്നത് ഒരു നഷ്ടപരിപാടി ആയിരിക്കും. മറ്റേ കൺട്രീസിലൊക്കെ കുറച്ച് ആൾക്കാരെ അഗ്രികൾച്ചറിലേക്ക് ഉള്ളൂ. അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് അഗെയിൻ എ വെരി മേജർ ഇഷ്യൂ. ഗ്ലോബലൈസേഷൻ്റെ കാരണം ഈ ഒരു പ്രോബ്ലമും ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കാണുമ്പം ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാം എന്താണ്? ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺ. നമ്മൾ ക്രോപ്പിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്താലോ? ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്? ഇങ്ങനെയൊക്കെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് MSP ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും വീറ്റും റൈസും മാത്രം ഗ്രോ ചെയ്യുന്നത്. ഏതൊക്കെ ഏരിയയിൽ ആ ക്രോപ്പ് നാച്ചുറലി ഗ്രോ ചെയ്യില്ല അവിടെ വരെ ഇപ്പോൾ വീറ്റും റൈസുമാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പോയിന്റ് മുന്നോട്ട് വെക്കാം. ചില ഏരിയാസ് ആർ സൂട്ടബിൾ ഫോർ ഗ്രോത്ത് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്ലാന്റ്, പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്രോപ്പ്. അപ്പോൾ നമുക്ക് എന്താ ശ്രദ്ധിക്കുക? ആ ഏരിയയിൽ ആ ക്രോപ്പിന് നല്ലോണം ഗ്രോ ചെയ്യാം. അതൊരു ഫുഡ് ക്രോപ്പ് ആവണമെന്നില്ല. എന്തോ ഒരു ക്രോപ്പ് ഒരു നാച്ചുറൽ ജോഗ്രഫിക്കൽ ഏരിയയിൽ നല്ലോണം സ്വയം ഗ്രോ ചെയ്യുന്ന ഒരു ക്രോപ്പ് ആകുമ്പം അതിന് അത്ര നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനത്തെ ആ ഏരിയയിലത്തെ അങ്ങനത്തെ ക്രോപ്സിന് ഗ്രോ ചെയ്യാം. ഓക്കെ, പിന്നെ എന്താവും? ഈ ക്രോപ്സ് ചിലപ്പം നല്ല റിട്ടേൺസ് കൊണ്ടുവരുന്ന ക്രോപ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഗ്രോ ഹൈ വാല്യൂ ക്രോപ്സ് ലൈക്ക് ഫ്രൂട്ട്സ്, മെഡിസിനൽ ഹെർബ്സ് ആൻഡ് ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഡീസൽ ഓയിൽ ക്രോപ്സ് ലൈക്ക് ജെട്രോഫ, ജോജോബ എക്സെട്ര. ഓക്കെ, ഇങ്ങനത്തെ ക്രോപ്സ് ഗ്രോ ചെയ്യുക. ഇതെന്താണ്? ഇവർക്ക് നല്ല മാർക്കറ്റിൽ പ്രൈസ് ഉണ്ട്. അപ്പോൾ ഈ ക്രോപ്സിനെ ഗ്രോ ചെയ്ത് ദീസ് നീഡ് മച്ച് ലെസ് ഇറിഗേഷൻ ദാൻ റൈസ് ആൻഡ് ഷുഗർ കെയിൻ. റൈസ്, വീറ്റ്, ഷുഗർ കെയിൻക്കൊക്കെ ആവശ്യമില്ല വെള്ളത്തിനേക്കാളും കുറച്ച് വെള്ളം മതി ഇവർക്ക് ഗ്രോ ചെയ്യാൻ. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ദി ഓൾസോ റെഡ്യൂസ് എൻവയറമെൻറ്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻകം. അപ്പോൾ ലെസ് ഫെർട്ടിലൈസേഴ്സൊക്കെ ആകുമ്പോൾ എൻവയറമെൻറ്റൽ ഡിഗ്രഡേഷനും കുറഞ്ഞ് കിട്ടും അല്ലേ? ആൻഡ് ഇൻകം നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻകമും കിട്ടും ഇവരുടെ സെയിൽ ചെയ്താൽ. പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്താണ്? ദെൻ വി വിൽ ഹാവ് ടു ഇമ്പോർട്ട് ഫുഡ് ക്രോപ്സ്. അതൊരു വലിയ റിസ്ക് അല്ലേ? നമുക്ക് ആവശ്യമില്ല ഫുഡ് ക്രോപ്സ് നമ്മൾ തന്നെ ഗ്രോ ചെയ്താലല്ലേ സേഫ്റ്റി. അപ്പോൾ ഫുഡ് ക്രോപ്സ് ഒന്നും ഗ്രോ ചെയ്യാതെ മറ്റുള്ള ക്രോപ്സ് നമ്മൾ ഗ്രോ ചെയ്തിട്ട് അത് വിറ്റിട്ട് കിട്ടുന്ന പൈസനോട് ഫുഡ് ക്രോപ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. അതൊരു ലോജിക്കൽ സ്റ്റെപ്പ് തന്നെ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമുക്കൊരു വലിയ റിസ്ക്കാണത്
നമ്മളെ ഫുഡ് ക്രോപ്സ് നമ്മൾ സ്വന്തം ഗ്രോ ചെയ്യുമ്പം ആ സ്റ്റോക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാർവേഷനെ ഇല്ലാതാക്കാൻ പറ്റും. ബട്ട് ദെൻ അങ്ങനെ ഫുഡ് ക്രോപ്സിനെ ഗ്രോ ചെയ്യുമ്പം നമുക്ക് കുറേ പ്രശ്നങ്ങളും വരുന്നുണ്ട്, നമ്മളെ ഇൻകമും കുറയുന്നുണ്ട്, ഗ്ലോബലൈസേഷൻ്റെ കാരണവും കുറേ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ചാലഞ്ചാണ്. അപ്പോൾ ദാറ്റ് ചാലഞ്ച് ചിൽഡ്രൻ ഓഫ് യു ആർ ദ ഫ്യൂച്ചർ ഓഫ് അവർ കൺട്രി അല്ലേ. അപ്പോൾ ഇതൊന്നും നമുക്കൊരു ബാധകമല്ല എന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിക്കരുത്. ദിസ് ഇസ് ജസ്റ്റ് എ ഇൻട്രൊഡക്ഷൻ ടു യു. സോ മച്ച് ഓഫ് തിങ് ഗോസ് ഇൻ ടു ബീയിങ് എ കൺട്രി. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എത്ര വലിയ ചാലഞ്ചാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ദെൻ മേ ബി ടുമോറോ ഇഫ് യു ഫൈൻഡ് ജോബ്സ് ആസ് എ വെരി ഗുഡ് ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ in Food Corporation of India, then it is in your shoulders. Now you have to decide it. Are you ready to take the risk? And the question is, we grow these cash crops and we import food crops so that we can export the cash crops, get the money and import food crops. അത് അത്ര വലിയൊരു റിസ്ക് ആണ്, അത്രയും വലിയൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഷുഡ് വി ഗോ ഫോർ ഇറ്റ്, ഷുഡ് വി നോട്ട്? So children, do think about it. All the best. Bye.